COP2D പ്രധാനമായും ഹോസ്പിറ്റലിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ട്രയാജ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ്, ട്രയാജ് ഡിസൈഡ് ചെയ്തിട്ടാണ്, അതിൻ്റെ പ്രിയോറിറ്റി ഡിസൈഡ് ചെയ്തിട്ടാണ് പേഷ്യൻസിനെ കിടത്തുക. ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് 3 ക്ലാസിഫിക്കേഷൻസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ യൂണിവേഴ്സിറ്റി എടുക്കുമ്പോൾ 5 ക്ലാസിഫിക്കേഷൻ വരെ പോകാറുണ്ട്. ഡിപ്പെൻസ് ഓൺ അവർ ഫെസിലിറ്റീസ്, വി ക്യാൻ ഡു ദാറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത്, COP2Dയിൽ മനസ്സിലാക്കാനുള്ളത്, ഈ ട്രയാജ് ചെയ്യുന്ന ജോലി വളരെ അധികം പേഷ്യൻ്റ് കൂടി വരുമ്പം ചെയ്യേണ്ട കാര്യമല്ല. അത് നമ്മുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ പാർട്ടായിരിക്കണം. ഒരു പേഷ്യൻ്റ് വന്നാൽ റെഡ് കാറ്റഗറിയിൽപ്പെട്ട പേഷ്യൻ്റ് ആണെങ്കിൽ മാത്രമാണ് റെഡ് മാർക്ക് ചെയ്ത ബെഡിൽ കിടത്തേണ്ടത്. യെല്ലോ ബെഡിൽ കിടത്തണമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള പേഷ്യൻ്റ് ആയിരിക്കണം. അത് ഓരോ ദിവസവും വരുന്ന പേഷ്യൻസിൻ്റെ സിവിയറിറ്റി ഓഫ് ഇൽനെസ് അനുസരിച്ചാണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അവരെ എവിടെ ആണ് കിടത്തേണ്ടത് എന്ന്. കാരണം നമ്മൾ ട്രയാജ് ഒരിക്കൽ ഡിസൈഡ് ചെയ്താൽ ആ പൊസിഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ അവർ കിട്ടുന്ന ബെഡിൽ കിടത്തും. അപ്പോൾ ഞാൻ അവിടുത്തെ നമ്മുടെ എപ്പിക് വാൾ എന്ന് പറഞ്ഞ ട്രയാജിൻ്റെ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ കണ്ടു 2 റെഡ് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്താ കേസ്? ഇല്ല, നോർമൽ ഇതാണ്, നമ്മൾ അവിടെയാണല്ലോ ഈസിലി ആക്സസിബിൾ, ഏറ്റവും അടുത്ത് ഉള്ള ബെഡ്. അങ്ങനെയല്ല. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആൾക്കാർക്ക് അതിന് വേണ്ടുന്ന ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതിൽ വരുന്ന പ്രശ്നമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ കൃത്യമായ പ്രയോറിറ്റൈസേഷൻ ചെയ്യണം എന്നുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ കൃത്യമായും ചെയ്യുന്നുണ്ടാവും. നമ്മുടെ എമർജൻസിയിൽ ഓൾവേസ് എക്സ്പീരിയൻസ്ഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ട്രയാജ് ഡിസൈഡ് ചെയ്യാനായിട്ട് ഉണ്ടാവണം. ഇനി ഇത് തന്നെ നമ്മുടെ വലിയൊരു ക്രൗഡ് വരുന്ന സമയത്ത് നമ്മുടെ ആ ട്രയാജ് ഇനിഷ്യൽ അസസ്മെൻറ്റിൽ കുറേ അധികം പ്രോസസ്സ് ചെയ്തിട്ട് ഡിസൈഡ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരു വിഷ്വൽ അസസ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടെ നമ്മൾ പരിഗണിക്കണം. കാരണം ഓരോരുത്തരെയും ആ ഒരു പ്രോസസ്സിൽ കൂടെ കടത്തിക്കൊണ്ടുപോകും വലിയൊരു ക്യൂ അവിടെ ബിൽഡാവും. ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഹോസ്പിറ്റലെങ്കിൽ നമ്മൾ വിഷ്വൽ അസസ്മെൻറ്റ് ട്രയാജിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരും. പീഡിയാട്രിക് പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ പാറ്റ്, പോപ്സ് പോലുള്ള സ്കോറിങ് വെച്ചിട്ടാണ് നമ്മളത് സ്വാഭാവികമായിട്ടും ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുക. അപ്പോൾ അഡൾട്ട്സിന് നോർമൽ കേസിൽ സംഭവിക്കുന്ന ട്രയാജുകൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ട്രയാജ് ഇനിസിയേഷൻ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും എങ്ങനെ വേണമെന്നാണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതിനൊരു ഗൈഡഡ് സിസ്റ്റം ഉണ്ടാകണം. Initiation of appropriate care is guided by a system. നമുക്ക് അതിന് ക്വാളിഫൈഡ് ആൾക്കാരുണ്ടാവണം. പാറ്റ്, പോപ്സ് പോലുള്ള കാര്യങ്ങളിൽ കൂടെയാണ് പീഡിയാട്രിക് ട്രയാജ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ഒരു വിഷ്വൽ അസസ്മെൻറ്റ് ചെയ്യുന്നത്, ഏത് സാഹചര്യത്തിലാണ് റുട്ടീൻ അസസ്മെൻറ്റ് ചെയ്ത് ട്രയാജ് ഡിസൈഡ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായ ഒരു സിസ്റ്റം ഉണ്ടാവണം. അത് ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. ഇതൊരു കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒബ്ജക്റ്റീവ് എലമെൻ്റാണ് COP2D.